നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന 3-ാമത്തെ അധ്യായത്തിലെ 6 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് 7-ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. യസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗമസക്തഃ സവിശിഷ്യതേ. യസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗമസക്തഃ സവിശിഷ്യതേ. അർജുന, അല്ലയോ അർജുന, യ മനസാ ഇന്ദ്രിയാണി നിയമ്യ, ആരാണോ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട്, അസക്ത, ആസക്തി കൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മഫലങ്ങളിൽ ആഗ്രഹമില്ലാതെ, കർമ്മേന്ദ്രിയൈ കർമ്മയോഗം ആരഭത്തെ, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നത്, സ വിശിഷ്യത്തെ, അയാൾ വിശിഷ്ടനാണ്. ഇവിടെ അർജുനനോട് പറയാണ്, ആരാണോ ഈ ലക്ഷ്യബോധത്തോടുകൂടി ഈ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ വശത്താക്കി, എന്ന് വെച്ചാൽ ഇത് ഞാൻ അല്ലെങ്കിൽ ഇത് എൻ്റേത് എന്നൊക്കെയുള്ള ആ ഒരു ഭാവം ഇല്ലാതെയാക്കി, നമ്മൾ ചെയ്യുന്ന ആ കർമ്മത്തിന്റെ ഫലത്തിൽ പ്രത്യേകിച്ചൊരാഗ്രഹവും ഇല്ലാതെ ആത്മസ്വരൂപം എന്ന ലക്ഷ്യത്തിൽ മാത്രം മനസ്സിനെ ഉറപ്പിച്ചു നിർത്തി ആരാണോ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ സ്വകർമ്മം അനുഷ്ഠിക്കുന്നത്, അയാളുടെ ആ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അയാൾ ഏറ്റവും വിശിഷ്ടനാണ് എന്ന് ഇവിടെ ശ്ലോകത്തിൽ പറഞ്ഞത്. കർമ്മം ചെയ്യാതെ ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. എന്നാൽ കർമ്മം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ഈ രീതിയിലാണ് എന്ന് വെച്ചാൽ അയാൾക്ക് ഇഹലോകത്തിലും പരലോകത്തിലും നന്മയെ ഉണ്ടാവൂ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത ശ്ലോകം. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധേത കർമ്മണ. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധേത കർമ്മണ. ത്വം നിയതം കർമ്മ കുരു, നീ നിനക്ക് വിധിച്ച കർമ്മം അനുഷ്ഠിക്കൂ. ഹി കർമ്മ അകർമ്മണ ജ്യായ, കാരണം കർമ്മം ചെയ്യുക എന്നത് കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരമാണ്. അപിച അകർമ്മണ തേ ശരീരയാത്ര ന പ്രസിദ്ധേത്, മാത്രല്ല കർമ്മം ചെയ്യാതെ ഇരുന്നാൽ ദേഹരക്ഷ പോലും നമുക്ക് സാധ്യമാവില്ലല്ലോ. അപ്പോൾ ഈ ജീവിതയാത്ര ഫലിക്കാതെയായിട്ട് പോകും. എന്ന് വെച്ചാൽ മുജ്ജന്മങ്ങളിൽ നമ്മൾ സഞ്ചയിച്ചു വെച്ചിട്ടുള്ള ആ കർമ്മം, ആ കർമ്മവാസനകളിൽ ആ വാസനകൾ അനുഭവിച്ചു തീർക്കാനാണ് നമ്മളിങ്ങനെ ദേഹം സ്വീകരിച്ച് വീണ്ടും വീണ്ടും ജനിക്കുന്നത്. പ്രാരബ്ധ കർമ്മം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഏത് കർമ്മവാസന അനുഭവിച്ച് തീർക്കാനാണോ നമ്മൾ ഈ ദേഹം സ്വീകരിച്ച്, അതിനാണ് ഈ പ്രാരബ്ധ കർമ്മവാസന എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതിനോട് ബന്ധം വർദ്ധിക്കും തോറും നമ്മുടെ ഈ ജനന മരണങ്ങളും വീണ്ടും വർദ്ധിച്ചു വരും. എന്നാൽ ഈ ജന്മം കർമ്മമൊന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചിരുന്നാൽ മുജ്ജന്മത്തിൽ ചെയ്ത ആ കർമ്മവാസന അവിടെ നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ ഈ കർമ്മബന്ധം ഇല്ലാതെ ആവാൻ പോകുന്നൊന്നുമില്ല. അതുപോലെ ഈ കർമ്മം ചെയ്യാതെയുള്ള അലസമായ ജീവിതം കൊണ്ട് നമ്മളിലുള്ള തമോ ഗുണം വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് തനിക്കും മറ്റുള്ളവർക്കും ശ്രേയസ്കരങ്ങളായിട്ടുള്ള കർമ്മങ്ങളാണ് നാം ചെയ്യേണ്ടത്. അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരാള് കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനാകേണ്ടതും. അങ്ങനെ നിസ്സംഗനായി കർമ്മം ചെയ്ത് പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ചു തന്നെ തീർക്കണം. ചുരുക്കി പറഞ്ഞാൽ രാഗദ്വേഷാദി വികാരങ്ങളൊന്നും കൂടാതെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട കർത്തവ്യങ്ങൾ ഫലേച്ഛ കൂടാതെ നിറവേറ്റിയാൽ തന്നെ നമുക്ക് മുക്തി ലഭിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത ശ്ലോകം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ
മുക്തസംഗഃ സമാചര. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗഃ സമാചര. കൗന്തേയ അല്ലയോ കുന്തിപുത്ര, അർജുന എന്ന് വിളിക്കുകയാണ്. യജ്ഞാർത്ഥാത് അന്യത്ര കർമ്മണ, യജ്ഞാർത്ഥമായ കർമ്മം ഒഴിച്ച് മറ്റു കർമ്മങ്ങളെ കൊണ്ട് അയം ലോക, ഈ ലോകം എന്ന് വെച്ചാൽ ഇതിലെ ജീവികൾ കർമ്മബന്ധിതരാകുന്നുള്ളൂ. തദർത്ഥം അതുകൊണ്ട് മുക്തസംഗ കർമ്മ സമാചര, മുക്തസംഗനായിട്ട് എന്ന് വെച്ചാൽ ആ കർമ്മത്തിന്റെ ഫലത്തിൽ ഒരാഗ്രഹവും കൂടാതെ കർമ്മം ചെയ്താലും. ഇവിടെ ഭഗവാൻ പറയുന്നത് കർമ്മവാസന ക്ഷയിപ്പിക്കാനായിട്ട് ലക്ഷ്യബോധത്തോടെ ആ ഫലസംഗം, കർമ്മത്തിന്റെ ഫലത്തിലുള്ള ആഗ്രഹം അത് ഉപേക്ഷിച്ച് ചെയ്യുന്ന എല്ലാ കർമ്മവും യജ്ഞം തന്നെയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫലേച്ഛ ഉപേക്ഷിച്ചിട്ട് അർജുനൻ ചെയ്യുന്ന യുദ്ധവും ഒരു വലിയ യജ്ഞം തന്നെയാണ്. സാധാരണ അഗ്നിയിൽ ഹവിസ് ഹോമിച്ച് ചെയ്യുന്ന ക്രിയയാണ് നമ്മൾ യജ്ഞം എന്ന് പറയാറ്. ഇവിടെ നമ്മുടെ കർമ്മവാസനയെ ജ്ഞാനമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ് അത്രേ ഹവിസ് അഗ്നിയിൽ ഹോമിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ യജ്ഞരൂപമായിട്ട് അനുഷ്ഠിക്കാത്ത കർമ്മമാണ് നമ്മളെ കർമ്മബദ്ധരാക്കുന്നത്. അതായത് യാഗാണെങ്കിലും അത് ഫലസംഗത്തോടെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് കർമ്മബന്ധത്തെ വളർത്തുകയുള്ളൂ എന്നർത്ഥം. ഇവിടെ യുദ്ധം ചെയ്യുമ്പോൾ അത് ഫലസംഗം വെടിഞ്ഞു ചെയ്താൽ അത് യജ്ഞത്തിന്റെ രൂപം കൈക്കൊള്ളും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം. അങ്ങനെ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും ബന്ധത്തിന് കാരണമാകുകയില്ല. അങ്ങനെ അല്ലാത്ത കർമ്മങ്ങളാണ് ലോകത്തില് ബന്ധമുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ അർജുനനോട് ഫലാപേക്ഷ കൂടാതെ ഈശ്വരാർപ്പണമായിട്ട് കർത്തവ്യം അനുഷ്ഠിക്കാൻ ഭഗവാൻ ഉപദേശിക്കുന്നത്. അടുത്ത ശ്ലോകങ്ങൾ ഇനി നമുക്ക് വെള്ളിയാഴ്ച വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ